നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? വരയ്ക്കാനുള്ളത് വരയ്ക്കും. റെക്ടാങ്കിൾ ഷേപ്പ് വരയ്ക്കണം. വരയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാലോ. പ്രോഗ്രാം ചെയ്യുന്നതിലല്ല പ്രശ്നം. നമ്മളിവിടെ ചെയ്ത അഡ്മിഷൻ നടക്കൊണ്ടിരിക്കുന്നത് ചുറ്റു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അകത്ത് ഇത് നമ്മൾ എന്താ ചെയ്ത ഓഫ്സെറ്റ് ചെയ്തല്ലേ? ഓഫ്സെറ്റ് എടുത്ത് അകത്തേക്ക് വരാൻ ഓഫ്സെറ്റ് അകത്ത് കയറ്റി 19 മിനിറ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, വൈഫോൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് റീസെറ്റായി. നമ്മൾ ഐസോമെട്രിക് എടുത്തിട്ട് എക്സ്ട്രൂഡ് ചെയ്തു കാണാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ? പിന്നെ ഇവിടെ സോളിഡ് എക്സ്ട്രൂഡ് കൊടുത്തു. ആദ്യം ഔട്ട്പുട്ട് കൂടെ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു, താഴേക്കാണെന്ന് നോക്കി 40 കൊടുത്തു, ക്ലിക്ക് ചെയ്തു, 40 ഓടിയായി. ഇനി ഇതിന് ഇത്ര ഏരിയ കട്ട് ചെയ്തില്ല, നേരെ സോളിഡ് ഇതിനെ പോകുന്നു, എക്സ്ട്രൂഡ് തന്നെ എടുക്കുന്നു, രണ്ടും ക്ലിക്ക് ചെയ്യണം. രണ്ടും ക്ലിക്ക് ചെയ്ത് ഡയറക്ഷൻ സെയിം ആക്കി, മുകളിലേക്ക് ആയതുകൊണ്ട് രണ്ടു ഏരിയ മുന്നോട്ട് ക്ലിക്ക് ചെയ്ത് രണ്ട് താഴേക്കാക്കി കട്ട് ബോഡി നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിലൊരു 18 നമ്മള് കട്ട് കൊടുക്കാം. 10 കൊടുക്കും. നിങ്ങൾ 10 വരട്ടെ കൊടുക്കും. നല്ല കിട്ടിയില്ലേ? ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാനിത് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ മതി. ടോപ്പിലേക്ക് ഇല്ല, വയർ ഫ്രെയിം ആയിരിക്കാം. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ലൈറ്റ് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് നേരെ ടൂൾബാറിലേക്ക് പോകണം. അതിന് മുമ്പ് ചെയ്യണം, മെഷീൻ സെലക്ട് ചെയ്യണം, മില്ല് ചെയ്യണം. ഇനി അടുത്ത എന്താണ്? പ്രോപ്പർട്ടീസിൽ പോവാം. പ്രോപ്പർട്ടീസിൽ വർക്കിന് സ്റ്റോക്ക് സെറ്റ് ചെയ്യണം. സ്റ്റോക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓൾ ആക്ടിവിറ്റീസ് കൊടുക്കണം. അപ്പം എക്സാക്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന വലിയ ആക്ടിവിറ്റീസ് എല്ലാം പിടിക്കും. ടിക്ക് കൊടുത്തിരിക്കണം. ഓട്ടോമാറ്റിക്കലി അതെല്ലാം അവിടെ വന്നിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ക്ലിക്കാ കാണണം. കണ്ടാ? ഒന്നേ കണ്ടാ? എല്ലാവരെയും ഇനി ടോപ്പിലേക്ക് തന്നെ ഇതിലേക്ക് പോകാം. ടോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടൂൾ പാത്തിൽ പോകാം അല്ലേ? ടൂൾ പാത്തിൽ ഫസ്റ്റ് കോഡ് കൊടുക്കും. അത് നമ്മൾ പേര് കൊടുക്കും. കോഡോട് പേര് കൊടുക്കും. ടിക്ക് ചെയ്യും. ഇനി വരുന്ന പോപ്പപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലൈൻ സെലക്ട് ചെയ്യാന്നുള്ളതാണ്, ചെയിൻ സെലക്ട് ചെയ്യാന്നുള്ളത്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ പോയി ടിക്ക് കൊടുത്തേക്കുന്നു. ഇവിടെ എനിക്ക് കാണിക്കുന്നത് സെലക്ട് ദ കോണ്ടൂർ ചെയിൻ. ഇത് സെലക്ട് ചെയ്യാൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സിറ്റ് ആവും. നമ്മൾ ആദ്യം ചെയ്യണം, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചെയ്യണം ചെയിൻ സെലക്ട് ചെയ്യും. ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഉണ്ടാക്കി എടുക്കേണ്ടത് ഇതിന് കുറച്ചുകൂടെ രൂപമാണെന്ന്. അതുകൊണ്ട് അതിനുശേഷം ടിക്ക് ചെയ്യും. ഇനി വരുന്ന വിൻഡോയിലാണ് നമുക്ക് ടൂള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷനിൽ ടൂൾ ടൈപ്പ് ഓൾറെഡി എന്താണ്? കോഡൂറാണ് വരുന്നത്. ഇവിടെ സെയിം ആണ്, ഇത് മാറ്റമില്ല. ടൂളിൽ പോകാം. ടൂളിൽ നമ്മൾ എന്ത് ചെയ്യണം? ലൈബ്രറിയിൽ പോകണം. ലൈബ്രറിയിൽ നമുക്ക് ഏത് ടൂളാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 2 പ്രാവശ്യം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ടൂൾ എടുത്തത്. ഞാനിവിടെ വലിയ ടൂൾ എടുക്കാൻ പോകും. ഒരു 18ന്റെ എൻഡിൽ നമ്മളെ അങ്ങനെ മൾട്ടിപാസ് നമ്മൾ വെക്കുന്നില്ല. ഓക്കെ, നേരെ അതിന് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. 1500 ഫീഡ്ബാക്ക് 2500 RPO കൊടുത്തു. ഇവിടെ ഒരു 150 കൊടുക്കും. ഫ്രഞ്ച് ലൈറ്റ് അതായത് എത്ര ഫീഡ്ബാക്ക് 150 കൊടുക്കും. ഇനി ഇവിടെ ഒന്നും ചെയ്യരുത്, പ്ലസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കട്ട് പാരാമീറ്ററിലേക്ക് വരിക. ഇവിടെ എന്ത് ചെയ്യണം? കോമൺ സെൻസ് എന്തായിരിക്കണം? സെറ്റ് ആയിരിക്കണം. വേണ്ടി കമ്പ്യൂട്ടർ ഒന്നുമേ വന്നാൽ മതി. വേറെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് സെറ്റ് ചെയ്യും. പോയിന്റ് 1 സ്റ്റോക്ക്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നിശ്ചയം വെച്ചിരിക്കുന്നതാണ് വർക്കിൽ. ഓക്കെ, ഇതൊക്കെ കൊടുത്തു. അത് പ്ലസ് ചെയ്യും. ഇനി വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഈ ടിപ്പ് കോമൺ സെൻസിന് ഉണ്ടല്ലോ, ഇത് നോർമലി ടിപ്പ് ആയിരിക്കും കിടക്കുന്നത്. അതല്ലെങ്കിൽ സെന്റർ ഇട്ട് കഴിഞ്ഞാൽ ടൂളിന്റെ സെന്റർ ആയിരിക്കും ഓഫ്സെറ്റ് ആയിട്ട് വരിക. നമുക്ക് ഇതിപ്പോൾ വർക്കിന്റെ സർഫസിന്റെ ടൂളിന്റെ അറ്റമാണ് നമ്മൾ മുട്ടിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ടിപ്പ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് ഡീഫോൾട്ട് ആണ് നമ്മൾ പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് പ്ലസ് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഡെപ്തിലേക്ക് വരിക. ഡെപ്ത് നമുക്കറിയാം, ഓരോ പ്രാവശ്യം അറിയേണ്ടതാണ് നമ്മൾ കൊടുക്കുന്നത്. ഡെപ്ത് ഞാനിവിടെ 0.5 വെച്ചിട്ട് താഴേക്ക് ഇറങ്ങണം എന്ന് കൊടുക്കുക. സാധാരണ ഈ വാല്യൂ മൈനസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലെ? G91 G28 Z0 G91 G01 Z മൈനസ് 0.1 നമ്മൾ കൊടുക്കുന്നത് സബ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെ? അവിടെ കൊടുക്കുന്ന വാല്യൂ ആണ് ഈ 0.5 എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തത്. ഇവിടെ മൈനസ് കൊടുത്താൽ എടുക്കില്ല. നമുക്കിവിടെ ഫസ്റ്റ് വാല്യൂ കൊടുത്താൽ ആദ്യം അത് മൈനസ് ആയിട്ട് മിഷീൻ കൺവേർട്ട് ചെയ്തത്. ഇവിടെ വേറെ ഒന്നും ഓൺ ചെയ്യില്ല. ഓക്കെ,
പ്ലസ് കൊടുക്കുക. ഇവിടെ ലീഡ് ഇൻ ആൻഡ് ഔട്ട് എന്നുണ്ട്. ഇത് റഫ് അടിക്കുന്ന സമയത്ത് ഓഫ് ആയിരിക്കും, ഓണാക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇത് ഓൺ ആണെങ്കിൽ എന്താ നമുക്ക് ഞാൻ കാണിച്ചുതരാം. ബ്രേക്ക് ത്രൂവിന്റെ ആവശ്യമില്ല, മൾട്ടിപാസ് ഓൺ ചെയ്യേണ്ട, ടാബും ഇപ്പൊ വേണ്ട. ഓക്കെ, ഇതിന്റെ അടുത്ത ലിങ്കിങ് പാരാമീറ്റർ ആണ്. ഇതിനകത്താണ് ടൂൾ വരുന്നതും എത്ര വരുന്നത് ടോട്ടൽ എല്ലാം എവിടെയാണ് സെറ്റ് ചെയ്തത്. ഫസ്റ്റത്തെ ബോക്സ് ചെക്ക് ചെയ്യാം. ഇത് എത്രയായിരിക്കണം? 50 റൈറ്റിൽ വരണം ഫസ്റ്റ്. അവിടുന്ന് നേരെ 0-ൽ വരണമെന്നുണ്ടെങ്കിൽ ഫീഡ് റേറ്റ് എന്നുള്ളത് 0 ആയിരിക്കണം. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇവിടെയൊക്കെ 0 കൊടുക്കുന്നില്ല, 1 ആകുമ്പോഴത്തേക്ക് ഫീഡ് സ്റ്റാർട്ട് ചെയ്യും സേഫ്റ്റിക്ക് വേണ്ടി. ഓക്കെ, ബാക്കി എല്ലാം നിങ്ങൾ അപ്ലോഡ് ആയിരിക്കും, കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി എല്ലാം ഇല്ല 50, 25, 1, 0, മൈനസ് 18 ആകും. കട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് കൊടുത്തിരിക്കുന്നത് എത്രയാണെന്ന് അത് കൊടുക്കാം. ഇതാണ് -5 ഔട്ട്ലൈൻ. ഈ ത്രീഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലാണെങ്കിൽ ഇവിടെ ത്രീഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതൊക്കെ ശരിക്കുക, സെന്റർ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ കാണിക്കും. ഓക്കെ, ഇതിന്റെ വാല്യൂ നോക്കിയാൽ ആദ്യത്തെ 50, രണ്ടാമത്തെ 25, പിന്നെ 1, 0, 18 ഈ ലോബിൽ കൊടുക്കുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് പ്രസ് കൊടുക്കുക, ടിക്ക് കൊടുത്തേക്കാം. കൂടുതലൊക്കെ ഒരു വലിയ ഇമ്പോർട്ടൻസ് ആണെന്നല്ല, അത് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ മേജർ കാര്യം വിട്ടിട്ട് നിസ്സാര കാര്യത്തിലേക്ക് പോകരുത്. നമുക്ക് ഈ സാധനങ്ങൾ ശരിയാണെങ്കിൽ ഇതിനിടയ്ക്ക് അറിയാതെ ഇത് ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യമാർക്ക് വീഴും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് പാരാമീറ്റർ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ആ എവിടെയാണ് ചെയ്തത് ആ പേജിലായിരിക്കും നിങ്ങൾ. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആക്കണമെങ്കിൽ അത് ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊന്നും വേണ്ട, ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. ടിക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയിക്കോളൂ. അതിനകത്ത് എന്ത് ചെയ്യണം? എന്ത് ചെയ്ത് കഴിഞ്ഞാലും റീജിയണൽ റേറ്റ് ചെയ്യണം. മോഡിഫൈ ചെയ്താൽ റീജിയണൽ റേറ്റ് കൊടുക്കണം. ഇനി ഇത് ഫിനിഷ് ചെയ്യണ്ടേ? ഇത് ലീഡിംഗ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കറക്റ്റ് ആദ്യം ഇറങ്ങിയെടുത്ത് തന്നെ ഇങ്ങനെ ഇറങ്ങി കൊടുക്കുന്നത്. ഇനി ഇവിടെ ലീഡിംഗ് ഔട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഓണാക്കിയാൽ മാത്രമേ എൻട്രി എക്സിറ്റ് എന്നുള്ളത് നമ്മളിവിടെ ഓണാക്കി എല്ലാം ഓണാ. ഇവിടെ സാധനങ്ങളുണ്ടോ? ആദ്യത്തെ ഡെക്ക് ഈ പുറത്തിറങ്ങി വർക്കേ കൂട്ടാതെ, എന്നിട്ട് പതുക്കെ ഓടി ഇങ്ങനെ കയറി ഇവിടെ വന്ന് അതിനനുസരിച്ച് പുറത്തിറങ്ങി, പിന്നെ ഇവിടുന്ന് പൊങ്ങി അടുത്തത്തോട്ട് പോകും, അവിടെ അടുത്തെത്തും. അപ്പൊ ഇങ്ങനെ ഇവിടെ കിടന്ന് കളിക്കുന്ന ഈ കളിക്ക് സമയം വേസ്റ്റ് ആണ്. വന്ന് പുറത്താണ് ഇറങ്ങിയല്ല, പുറത്തുനിന്ന് അങ്ങോട്ട് കയറി ഇനി അടുത്ത് അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി, പിന്നെ അവിടുന്ന് പൊങ്ങി അപ്പുറത്തെ സൈഡിൽ പോയി, പിന്നെ കട്ടെടുത്ത് പോകുന്നു. ഇതൊക്കെ ശരിക്കും ടൈം വേസ്റ്റേജ് ആണ്. ഇത് ശരിക്കും ഫിനിഷിംഗ് ടൈമിൽ മാത്രം ഒറ്റ പാസ് ഓടാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ അത് കൊടുക്കുള്ളൂ. ഉണ്ടാവും. ഞാനിത് ക്ലോസ് ചെയ്യണം. ആ പാരാമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ലീഡിനൊക്കെ ഓഫ് ചെയ്യണം. നേരത്തെ മാത്രം ഓഫ് ചെയ്താൽ കേട്ടാ. ഇനി നമുക്കിത് ഫിനിഷിംഗ് അടിക്കില്ലേ? എന്ത് ചെയ്യണം? ഇത് കോപ്പി ചെയ്യാം, ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് കൊടുക്കുക. ഞാൻ ആ പാരാമീറ്റർ ഓപ്പൺ ചെയ്യുക. ആദ്യം മുതൽ നോക്കി ഫസ്റ്റത്തെ മുതൽ ക്ലിയർ ചെയ്യുക. ഇതിനകത്തൊന്നും ചെയ്യാൻ ടൂൾ മാറ്റണ്ടേ? ഫിനിഷിംഗ് ടൂൾ വേറെയാണെന്നുണ്ടെങ്കിൽ ആ ടൂൾ മാത്രം സെലക്ട് ചെയ്യാം. ഇവിടെ 12 ടൂൾ കട്ട് പാരാമീറ്ററിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം. സ്റ്റോപ്പ് 0 ആക്കണം, കാരണം ഫിനിഷിംഗ് ആണല്ലേ. ഇനി ഒന്നും അവിടെ മിച്ചം വെക്കണ്ട, കംപ്ലീറ്റ് അടിച്ചു. ഡെപ്ത് എന്തായിരിക്കണം? ഇത് ഓഫ് ചെയ്തിട്ട്, കാരണം നമുക്ക് ഫുൾ ഡെപ്തിൽ ഇറങ്ങിയിട്ട് ഒറ്റ റൗണ്ട് അടിച്ചാൽ മതി. ഓക്കെ, ലീഡിംഗ് ഇവിടെ ഓൺ ആയിരിക്കണം. കാരണം വർക്ക് ചെയ്യാൻ പറഞ്ഞാലോ, വർക്ക് തന്നെ മുട്ടി ഇറങ്ങി വർക്ക് കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യാൻ തന്നെ മുങ്ങി കഴിഞ്ഞ ദിവസം പോയി അവിടെ ഒരു വര നോക്കാൻ വരാൻ സാധ്യത. അതുകൊണ്ട് പറഞ്ഞാൽ ഇതും വരും. ഇനി ഇവിടെ എന്തെങ്കിലും മാറ്റണം? ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടാ, ടിക്ക് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്കിവിടെ രണ്ടുമുണ്ട്. രണ്ടെണ്ണം ചുരുക്കം മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യത്തെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ആവും. നമ്മളെ ലാസ്റ്റത്തെ ചുരുക്കത്ത് മാത്രം നോക്കിയേ, താഴെ ഫുൾ ഡെപ്തിൽ ഇറങ്ങുന്നു. ഓഡിയോ ആദ്യത്തതാണ്.
രണ്ടാമത്തെ ഔട്ട് വരുന്നതാ നേരെ ഫുൾ ഡെപ്തിലേക്ക് താഴേക്ക് ഇറങ്ങും. ഇത് ഫുൾ ഡെപ്തിലാണെന്നൊക്കെ കാണാനായിട്ട് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുത്ത് കൊടുക്കുക. ഇൻഫർമേഷൻ ഉണ്ട്. ഇതൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മുകളിലേക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനകത്ത് ഇറങ്ങിയില്ലേ കേട്ടോ, അതിനകത്ത് ഇറങ്ങിയേക്കാം. എന്നിട്ടത് മൂവ് ചെയ്യണം. ഇവിടെ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ മൂന്നിട്ട് ഇറങ്ങിയില്ല. ഇത് ക്ലിയർ അല്ലേ? ഇപ്പം മനസ്സിലായോ? ഞാൻ ട്രില്ലിംഗ് കൂടെ എടുക്കട്ടെ. ട്രില്ലിംഗ് കൂടെ എടുത്തിട്ടുണ്ടോ? എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒപ്പി വെക്കട്ടെ. ഓക്കെ, നമുക്ക് ഇതിന് അകത്ത് 4 ഓളറിയും. അതെ, ഓക്കെ. ഞാനൊരു റെക്ടാങ്കിൾ തന്നെ എടുക്കണം. റെക്ടാങ്കിൾ എടുത്തിട്ട് ഏകദേശം 4 ഓളറിയും റെക്ടാങ്കിൾ. ഓക്കെ, ഇതിന്റെ സർക്കിൾ എടുക്കുക. നമുക്ക് വരയ്ക്കേണ്ട ബോഡി പോയിന്റ് ജസ്റ്റ് കണ്ടിട്ടുണ്ട്. എനിക്കൊരു 10ന്റെ ഓള വരയ്ക്കണം. 10 എഴുതുകൾക്ക് കണ്ടടിക്കും. ഇവിടെ ഡയമെൻഷനിൽ ഓർത്തേക്കണം. എന്നിട്ട് പ്ലസ് കൊടുക്കും. ഇവിടെ നമ്മൾ ചെയ്ത കാര്യം ഇവിടെ കണ്ടു. അതുപോലെ കപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ലോക്കാക്കും. ലോക്കാക്കി ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലോക്കാവും. ഇനി ഞാൻ വരുന്ന ലോകം അതവിടെ അങ്ങനത്തെ കൊണ്ടുപോയി കറക്റ്റായിട്ട് നോക്കിയിട്ട് വെക്കണം. അവിടെ നമ്മൾ ഇവിടെ അടിക്കുന്നത് പോയിന്റ് കാണിച്ചു. ഇൻഡിക്കേറ്റർ കാണിച്ചു. അടുത്തൊരു പോയിന്റിലൂടെ ക്ലിക്ക് ചെയ്തു. മനോഹരമായില്ലേ? എന്നിട്ട് ഈ കാര്യം കൊണ്ട് ഡിലീറ്റ് കളയാം. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡ് ചെയ്യും. അവിടെ കോളായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ എക്സ്പോർട്ട് കട്ട് കൊടുത്തിട്ട് കോളാക്കാം. എനിക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് തോന്നി? ഈ ടോപ്പ് വ്യൂ എന്നുള്ള ഈ ഹോള് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. 3D ആക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സോൾഡർ ആക്കി ഓരോ ഹോളുകൾ പോലെ സെലക്ട് ചെയ്യുക. ടിക്ക് കൊടുത്തതിന് ശേഷം എക്സ്പോർട്ട് കട്ട് ബോഡി എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം എക്സ്റ്റെൻഡ് തുറന്നുപോകണമെന്നുള്ളത് ഫുള്ള് താഴേക്ക് പോകണമെങ്കിൽ ഫുൾ താഴേക്ക് പോകണമെങ്കിൽ അത് കൊടുക്കുക. അതല്ലാതെ പകുതി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? ഇതാണെങ്കിൽ ഇവിടെ 4 വന്നാൽ ഞാൻ എക്സ്റ്റെൻഡ് തുറന്നു കൊടുത്തു. ടിക്ക് കൊടുത്തു. ഇപ്പൊ ഒരു ഓപ്ഷൻ പറ്റിയിട്ടുണ്ട്. ഒരെണ്ണം വന്നിട്ടില്ല. എന്തായിരിക്കും അതിന്റെ ഡയറക്ഷൻ? മേളിലേക്കായിരുന്നു. അത് നമ്മൾ താഴേക്ക് ആക്കിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇത് സോളിഡ്സിൽ പോവാ. സോളിഡ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്കിവിടെ ഓരോന്നും കണ്ടോ, കട്ടിട്ട് ഓരോന്നും കാണിക്കുന്നതോ. ഇത് മാത്രം കാണിക്കുന്നില്ല. ഇത് കാണിച്ചു, ഇത് കാണിക്കുന്നില്ല, ഇത് കാണിക്കുന്നു. അപ്പൊ ഇതാണ് പ്രശ്നക്കാരൻ. ഓക്കെ, നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ പാരാമീറ്റർ ഓപ്പൺ ചെയ്യുക. റിവേഴ്സ് ഡയറക്ഷൻ എന്നുള്ളത് ഓണാക്കിയിട്ട് ടിക്ക് കൊടുക്കുക. റീജനറേറ്റ് അവിടെ ഇതെല്ലാം മിനിമൈസ് ചെയ്ത് അകത്ത് കയറണം. എന്നിട്ട് ടൂൾ പാത്തിലേക്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ അരമാർക്ക് താഴെ കാണാൻ നോക്കിയിട്ട് അരമാർക്ക് താഴെ അല്ലെങ്കിൽ ആ സർക്കിളെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ കയറും. ഇങ്ങനെ ചെയ്യണമെന്നില്ല. വെറുതെ കോഡ് വരച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മളിത് പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രോഗ്രാമിൽ ഒന്നുമില്ല. നേരെ പ്രോഗ്രാമിൽ പോവുക. ഡ്രില്ലെടുക്കുക. ഡ്രില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഒരു വിൻഡോ കാണിക്കും. ഡ്രില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് എൻറ്റിറ്റീസ് എന്നാണ്. എൻറ്റിറ്റീസ് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഇത് ക്ലിക്ക് ചെയ്താൽ നോക്കണം. സർക്കിളെ വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. അതിന്റെ സെന്ററൊക്കെ ഓട്ടോമാറ്റിക്കലി അത് കണ്ടുപിടിക്കും. ഓക്കെ, സർക്കിൾ മാത്രമേ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അത് ഈ സല്ലാതെ നീ ഒന്നും എഴുതിയില്ല. ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒക്കെ നിങ്ങളോട് ചെയ്ത് കൊടുക്കും. അടുത്തത് ടൂള്. രണ്ട് കാര്യം ചെയ്യണം. സെൻട്രൽ ചെയ്യണം, റെക്ടറിലും ചെയ്യണം. അപ്പൊ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് സെൻട്രലിനുള്ള ടൂളായിരിക്കും. ടൂൾ ക്ലിക്ക് ചെയ്യുക, ലൈബ്രറി പോവാം. ഇവിടെ കുറെ ബിറ്റ് ആവുന്നതായിട്ട് ഞാൻ അതുകൊണ്ട് ഫിൽറ്റർ കൊടുക്കുകയാണ്. ഡ്രിൽ ബിറ്റ് മാറ്റിയിട്ട് ഒരു സെൻട്രൽ ബിറ്റ് ഉണ്ട്. സെൻട്രൽ ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തു. അപ്പൊ അത് ഏറ്റവും ചെറുതെന്നുള്ള 5-ന്റെയാണ്. ഞാൻ അതിന് 10-ന്റെ നമുക്ക് ചെയ്യാതെ ഞാൻ 5-ന്റെ ബിറ്റ് എടുക്കും. ക്ലിക്ക് ചെയ്തു.
ഇനി ഇത്രയും ചെയ്ത് ഇവിടെ ഫീഡ് റേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇത് നോർമലി മാറ്റണ്ട. ഡ്രില്ലിൽ വരുന്ന ഫീഡ് റേറ്റും RPM ഒക്കെ ഇത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ, ചേഞ്ച് ചെയ്യണം. പിന്നെ കട്ട് പാരാമീറ്ററിലേക്ക് വരിക. ഇവിടെ ഡ്രിൽ കൗണ്ടർ എന്നായിരിക്കും കിടക്കുന്നത്, അങ്ങനെ തന്നെ കിടക്കും. അതാണ് സെൻട്രൽ ഡ്രില്ലിന്റെ കമാൻഡ്. ഓക്കെ, ഇവിടെ പെക്ക് എന്ന് പറയുന്നുണ്ട് വേറെ, ഇത് അടുത്തതിന് ഫസ്റ്റത്തേന് ഡ്രിൽ കൗണ്ടർ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വേറെ ചേഞ്ചസ് ഒന്നും കൊടുത്തില്ല, ഡെൽറ്റയും ഒന്നും കൊടുത്തില്ല കേട്ടോ. ഇതിന് അടുത്തതിന് ശേഷം പ്ലസ് കൊടുത്തിട്ട് ലിങ്കിങ് പാരാമീറ്ററിലേക്ക് വരിക. ഇവിടെ എല്ലാം നിങ്ങൾ അബ്സല്യൂട്ട് ആക്കും. ഓക്കെ, ടോട്ടൽ ഡെൽറ്റും കൊടുക്കും. ഫുൾ ത്രൂ കിട്ടിയതേ. അപ്പൊ ഞാനിത് എത്രയാ ഫുള്ള് വരച്ചേക്കുന്നത് അറിയില്ല, ഡെപ്ത് ക്ലിക്ക് ചെയ്തു. നേരെ താഴേക്ക് ഈ ബോർഡിൽ സെന്റർ ഉണ്ടല്ലോ കാണിക്കുന്നത്, അവിടെ ക്ലിക്ക് ചെയ്ത് എനിക്ക് -40 വരും. ഈ -40 കൊടുത്ത് ഞാൻ ഓപ്പൺ ആകും. ഇതിന്റെ ആംഗിൾ ഉണ്ടല്ലേ, ആ ആംഗിളിന്റെ ഹൈറ്റ് കൂടെ ഒന്നും ചെയ്യും, കൂട്ടി കൊടുത്താൽ ഓപ്പൺ ആവും. സോ ഞാൻ ഒരു 40 കിടക്കണം, മാറ്റി കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ എന്തായി, ഇത് നേരെ താഴേക്ക് വന്നു. ഇത്രയും താഴേക്ക് വരേണ്ട ആവശ്യമുണ്ട്. സെൻട്രൽ എത്രയോ വരണ്ടേ, വന്നമ്മക്ക് അറിയാൻ പോലെ സെൻട്രൽ ഇല്ലാണ്ട്. ഇപ്പൊ ഈ വിറ്റായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ കഴിഞ്ഞാൽ കൂടുതലൊക്കെ ആയിരിക്കും ഇവിടെ വരാൻ. അമ്മൂടെ ഇറങ്ങി താഴേക്ക് പോയില്ലേ, ഈ പെട്ടിൽ നടക്കുവാണ് നമുക്ക് നെറ്റിയിട്ട് വരും. നമുക്ക് ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും കൊടുക്കാൻ, -1 അങ്ങ് കൊടുത്താണ്. ഓക്കെ, ഈ നിങ്ങൾ പോയിന്റ് മാത്രം ഇനി നമ്മൾ എന്തെങ്കിലും ഫോളിയോ അടുത്തതിനാണ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമ്മള് ഫുള്ള് ത്രൂഔട്ട് അടിക്കണം. ഈ മോളിന്റെ സൈസ് 10 ആവശ്യം അല്ലേ, അപ്പൊ 10ന്റെ വിറ്റാണോ വേണ്ടത്. നേരെ ഇത് കോപ്പി ചെയ്യുക. ഇങ്ങനെ കോപ്പി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കി ഏതെങ്കിലും സെലക്ഷൻ ആണെങ്കിൽ അതും കൂടെ കോപ്പി ചെയ്യും. അപ്പൊ നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ എല്ലാം കോപ്പി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഇത് കോപ്പി കൊടുക്കരുത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് മാത്രം സെലക്ട് ആവും. എന്നിട്ട് വേണം കോപ്പി കൊടുക്കുക കേട്ടോ. കോപ്പി കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഈ പാരാമീറ്റർ ഓപ്പൺ ചെയ്യും. ഇനി നമുക്കിവിടെ എന്തൊക്കെ മാറ്റം വരുന്നത്, ഇത് പുറകെ വന്ന് മുകളിലേക്ക് പോകും. ഫുൾ ഡെപ്ത് വേണ്ടേ, -40 ഫുൾ ഡെപ്ത്. ഞാനൊരു -43 കൊടുത്തു. എന്തിനാ, ഫുൾ താഴേക്ക് ഇറങ്ങാൻ പറ്റും. ആ ഡ്രിപ്പിന്റെ ആംഗിളില്ലേ, ആ ഹൈറ്റ് കൂടെ താഴേക്ക് വരും. ഇനി എന്ത് ചെയ്യണം, ഫസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, നേരെ കട്ട് പാരാമീറ്ററിലേക്ക് വരിക. എവിടെ എന്ന് കൊടുക്കണം, സ്പെക്ട്രൽ നമ്മൾ ഓണാക്കണം, കാരണം ഫുള്ള് താഴേക്ക് ഇറങ്ങണ്ടേ. അതിനകത്ത് സ്പെക്ട് ഡിസ്റ്റൻസ് കൊടുക്കണം, Q വാല്യൂ, Q എന്ന് പറയുന്നത്. ഓക്കെ, Q വാല്യൂ ഞാൻ ഇവിടെ 1 വെച്ചിട്ട് കൊടുക്കണം. 1 വെച്ചിട്ട് അറിയാം. ഓക്കെ, അത് ഞാൻ അപ്ലൈ ചെയ്തു. അടുത്ത എന്താണ്, ഓർഡർ വേണ്ട, ടൂൾ വേണ്ടേ, ടൂൾ സെൻട്രൽ കാണിക്കാം. അപ്പം ലൈബ്രറി പോവുക, ഫിൽറ്റർ കൊടുക്കുക. ഇവിടെ ഇത് ഓഫ് ചെയ്യുക, എന്നിട്ട് ഡ്രില്ലിൻ്റെത് ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് വന്നു. ഇതിനകത്ത് നമ്മുടെ 10 നമ്മളെ ടൂൾ ഓഫ് ചെയ്യാൻ നോക്കുക. 10 വരുന്നുണ്ട് കേട്ടോ. 10 ഡ്രിൽ ബിറ്റ് ടിക്ക് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല വേറെ ഉണ്ടോ, ഇനി ഒന്നുമില്ല കേട്ടാ. ടിക്ക് കൊടുത്തേക്കും. അതിന് ശേഷം റീജനറേറ്റ് ഫുള്ള് ആയിരുന്നോ 43 കൊടുത്തതുകൊണ്ടാണ് 40 ആണിക്കാണ് സർക്കിൾ. 43 പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ് പുറത്ത്. നമുക്ക് ഈ സെൻട്രൽ ബിറ്റ് ഇതുകൂടെ അയക്കാം. ഇത് രണ്ടോട് സെലക്ട് കൺട്രോൾ ഓഫ് ചെയ്ത് പിടിക്കുക, ജസ്റ്റ് പിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റത്തെ കൺട്രോൾ അടിച്ചു. ഹലോ സാറേ, ഓപ്പൺ ആയില്ലേ? ഓപ്പൺ ആയില്ല. ഓപ്പൺ ആയി. ഇങ്ങനെ പെക്ട് ചെയ്ത് കാണിക്കില്ല കേട്ടോ. ലേറ്റസ്റ്റ് അതൊക്കെ ഒരെണ്ണമാർക്കും പൊങ്ങും, ഒരെണ്ണമാർക്കും പൊങ്ങാൻ കാണിക്കും. ഇതൊക്കെ കാണിക്കില്ല, റോഡ് താഴേക്ക് പോകും. ഓക്കെ അല്ലേ?